നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. നിലവിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് വലിയ സംഘർഷങ്ങൾക്ക് വാതിൽ തുറക്കുന്ന രീതിയിലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് സമവായത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് സ്ഥിതി കൂടുതൽ ഗുരുതരമായത്. ഈ ഭീഷണിക്ക് മറുപടിയായി റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏത് സൈനിക നടപടിയും മുഴുവൻ മേഖലയ്ക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യൻ അധികാരികളുടെ താക്കീത്. അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവുമെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ആക്രമണത്തിന് മുന്നോട്ട് വരാൻ അമേരിക്കയുടെ കഴിവ് മതിയാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. റഷ്യയും ചൈനയും ഇറാന്റെ പിന്തുണയ്ക്കായി രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിൽ അമേരിക്ക കൂടുതൽ കരുതലോടെയാണ് നീക്കങ്ങൾ നടത്തേണ്ടത്. ഇറാനെതിരായ അമേരിക്കയുടെ നീക്കങ്ങൾ അതിന്റെ ദീർഘകാല താൽപര്യങ്ങൾക്ക് തന്നെ പ്രതിസന്ധിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇരട്ടത്താപ്പ് നയങ്ങൾ സ്വീകരിക്കുന്നതായാണ് അമേരിക്കയ്ക്കെതിരായ പ്രധാന ആരോപണം. ഒരു വശത്ത് സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ മറ്റു വശത്ത് തന്റെ താല്പര്യങ്ങൾക്ക് എതിർ ചൊല്ലുന്ന രാജ്യങ്ങളെ അടിച്ചമർത്താൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നതാണ് അമേരിക്കയുടെ നയമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ ആണവ പദ്ധതി അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ്. എന്നാൽ ഇതിനെ അതിക്രമമായ നടപടികളിലൂടെ നേരിടുക സ്വയം നാശത്തിലേക്ക് നീങ്ങുക തന്നെയായിരിക്കുമെന്ന് അമേരിക്ക ഓർക്കുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. UN ഉൾപ്പെടെയുള്ള സംഘടനകൾ അമേരിക്കയുടെ നടപടികൾ നിരീക്ഷിക്കുമ്പോഴും വലിയൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ നടപടി ദീർഘകാലം വിലയിരുത്തപ്പെടും. ഇതിനിടയിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. വാണിജ്യപരമായും സൈനികമായും ഈ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുകയാണെന്നും ഇതിന്റെ നീണ്ട നിലവാരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഒടുവിൽ താൻ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുകയാണ്. റഷ്യയും ചൈനയും ഇറാനുമായി ശക്തമായി നിൽക്കുമ്പോൾ ഈ സംഘർഷം വെറും ഭീഷണികളിൽ ഒതുങ്ങുമോ അതോ യഥാർത്ഥത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യമായി തുടരുകയാണ്. സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്കാണ് ഇക്കാര്യത്തിൽ ആഗോള സമൂഹത്തിന്റെ ഉറ്റുനോക്കൽ. എന്നാൽ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗൾഫ് മേഖലയിൽ വെളിച്ചം കെടുത്തുന്ന മറ്റൊരു യുദ്ധം സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം.